സാറ് പറഞ്ഞത് രണ്ട് വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് നമ്മുടെ ഹരിയാനയിൽ ഒരേ വോട്ടർ തന്നെ 222 തവണ അവിടെ പോയി ബൂത്തിൽ പോയി പല ബൂത്തുകളിൽ പോയി വോട്ട് ചെയ്തു എന്നുള്ളതാണ് അദ്ദേഹം അവകാശം ഉന്നയിച്ചത്. അത് കഴിഞ്ഞ ദിവസം ക്രോസ് ചെക്ക് ചെയ്തു. ടൈംസ് നൗ എന്ന മാധ്യമത്തിൻ്റെ അവിടുത്തെ മാധ്യമ പ്രവർത്തകർ പോയിട്ട് ക്രോസ് ചെക്ക് ചെയ്തു. അവിടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ ഒരേ മേൽവിലാസത്തിലുള്ള വോട്ടർമാരാണ് പോയിരിക്കുന്നത്. അതായത് ഇവരെല്ലാം കൂടെ നമ്മുടെ ഈ തറവാടെന്ന് പറയുന്ന പോലെ ഒരു കൂട്ടുകുടുംബം എന്നൊക്കെ പറയുന്ന വ്യവസ്ഥിതി ഉണ്ടായിരുന്നു. അതുപോലെ ഒരേ വീട്ടിൽ തന്നെ താമസിച്ചിരുന്ന വ്യക്തികളാണ്. അവരുടെ ഓരോരുത്തരെയായിട്ട് വിറ്റ്നസ്സായിട്ട് വെച്ച് വിചാരണ ചെയ്തു ടൈംസ് നൗ. അപ്പോൾ ഈ ടൈംസ് നൗവിൻ്റെ റിപ്പോർട്ടർ ചെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ വ്യക്തമായിട്ട് അത് കേൾക്കുകയാണ്, തെളിവ് സഹിതം കേൾക്കുകയാണ്. ഞങ്ങൾ ഈ പറഞ്ഞത് ഞങ്ങൾക്ക് വലിയ അപമാനമായി പോയി. ഞങ്ങൾ ഒരൊറ്റ വ്യക്തിയല്ല, ഞങ്ങൾ പല വീടുകളിലായിട്ട് ഒരേ ഭൂമി, നമ്മൾ ഈ പുരയിടം എന്നൊക്കെ പറയുമല്ലോ, ഒരൊറ്റ പുരയിടത്തിലാണ് പല വീടുകൾ. ഈ ബ്രാഹ്മൺസ് അതെ 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 അഗ്രഹാരം പോലെ. അതുപോലെ എല്ലാവരും ഒരുമിച്ച് താമസിക്കുന്ന ഒരു സ്ഥലത്ത് നിന്ന് പോയ വോട്ടർമാരെയാണ്. അവരെയാണ് സത്യമറിയാതെ ഇതൊന്ന് ക്രോസ് ചെക്ക് ചെയ്യുക എന്നുള്ള മര്യാദ പോലും ചെയ്യാതെ എവിടെ നിന്നോ വീണ് കിട്ടിയ വിവരം വെച്ചിട്ട് അദ്ദേഹം ചെയ്തത് എന്തിനാണെന്ന് വെച്ചാൽ ആ കാര്യം സാർ ചോദിച്ചു. ബീഹാർ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയമാണ്. ബീഹാർ തെരഞ്ഞെടുപ്പിൽ ഇയാൾ ഏതാണ്ട് തോറ്റു തുന്നം പാടുമെന്ന് പാർട്ടിക്കകത്ത് തന്നെ ഈ അന്വേഷണം നടക്കുമല്ലോ, പാർട്ടി പ്രവർത്തകരോട് ചോദിക്കുമല്ലോ എങ്ങനെയാണെന്ന്. വിധി വൈപരീത്യമാണ് അവിടെ വരാൻ പോകുന്നത്. തോറ്റു തുന്നം പാടും കോൺഗ്രസും അതുപോലെ തന്നെ RJD ഈ പ്രാവശ്യം എന്നുള്ള സർവേകൾ വന്നു കഴിഞ്ഞു. പക്ഷേ ഇവരുടേതായിട്ടുള്ള അസസ്മെൻറ്റ് നടത്തും ഓരോ പാർട്ടിയും. ആ അസസ്മെൻറ്റിൽ തോറ്റു തുന്നം പാടി എന്നുള്ള അറിവ് കൊണ്ടാണ് ഇനി ഒരു 4-5 വർഷം കഴിയുമ്പോൾ ബീഹാറിൽ ഇങ്ങനെയാണ് നടന്നതെന്ന് ക്ലെയിം ചെയ്യാൻ